അപ്പോൾ ആമാശയത്തിന്റെ ഘടനയിലും പ്രവർത്തനത്തിലുള്ള വ്യത്യാസങ്ങൾ, ഇപ്പോൾ മാംസബുക്കുകളായിട്ടുള്ള ജീവികളുടെ ആമാശയത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മിക്കപ്പോഴും വലിയ ആമാശയമായിരിക്കും. മാത്രമല്ല സിംഗിൾ അറയായിരിക്കും. അതിന് പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഹൈ കോൺസെൻട്രേഷനിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായിരിക്കും. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഈ അവർ കഴിക്കുന്ന മാംസത്തെ വിഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദഹനരസം. അതേസമയം സസ്യബുക്കുകളായിട്ടുള്ള ജീവികളുടെ ആമാശയം എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും. 3-4 അറകളൊക്കെ ഉണ്ടായിരിക്കും. മാത്രമല്ല അവിടെ ഈ പറയുന്ന അവരുടെ ഭക്ഷണത്തിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് സെല്ലുലോസ് അടങ്ങിയ പദാർത്ഥങ്ങളായിരിക്കും. അപ്പോൾ ഈ സെല്ലുലോസിനെ വിഘടിപ്പിക്കാനുള്ള മൈക്രോബ്സ് ഒക്കെ ആയിരിക്കും അവിടെ കൂടുതലും ഉണ്ടായിരിക്കുക. എന്നാൽ മനുഷ്യന്റെ ആമാശയത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ആമാശയം കൂടുതലും ഈ മാംസബുക്കുകളായിട്ടുള്ള ആമാശയത്തിനോട് സാമ്യമുള്ളതാണ്. ഒരൊറ്റ അറ ഉള്ള ആമാശയമാണ്. വളരെ സങ്കീർണമായ സ്ട്രക്ചർ ഒന്നുമില്ല. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഇതുവഴി നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പ്രധാനമായിട്ടുള്ള ഒരു ദഹനരസം. മനുഷ്യന്റെ ആമാശയത്തിലെ pH എന്ന് പറയുന്നത് 1.5-നും 3.5-നും ഇടയിലാണ്. എന്നുവെച്ചാൽ അത്രയും ഹൈ കോൺസെൻട്രേഷനിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ കൂടുതലും ഇണങ്ങുന്നത് മാംസബുക്കുകളായിട്ടുള്ള ജീവികളോട് ആണ് അത് കൂടുതലും സാമ്യമുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ചെറുകുടലിൻ്റെ നീളം, ഇപ്പോൾ സസ്യബുക്കുകളുടെയും മാംസബുക്കുകളുടെയും ഏതൊരു ജീവിയുടെയും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവരുടെ കുടലിൻ്റെ നീളവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ മാംസബുക്കുകളായിട്ടുള്ള ജീവികളുടെ കുടലിൻ്റെ നീളം എന്ന് പറയുന്നത് അവരുടെ മൊത്തം ഹൈറ്റിൻ്റെ ഏറെക്കുറെ ഒരു 3 മുതൽ 6 മടങ്ങ് വരെ ഒക്കെ ആയിരിക്കും. അതേസമയം സസ്യബുക്കുകളായിട്ടുള്ള ജീവികൾക്ക് കുറച്ചുകൂടി നീളമുള്ള ചെറുകുടൽ ആവശ്യമുണ്ട്. കാരണം ഈ സെല്ലുലോസ് അടങ്ങിയ ഭക്ഷണം ദഹിക്കാൻ കുറച്ചധികം സമയം വേണ്ടി വരും. അപ്പം അത്രയും സമയം കുടലിനുള്ളിൽ നിന്നാൽ മാത്രമേ അത് ദഹിക്കുകയുള്ളൂ. അപ്പം അതിന് ആ ഒരു ടൈം പീരീഡ് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയധികം നീളമുള്ള ഒരു ചെറുകുടലായിരിക്കും. അപ്പോൾ സസ്യബുക്കുകളായിട്ടുള്ള ജീവികളുടെ ചെറുകുടലും അവരുടെ ശരീരത്തിൻ്റെ നീളവും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 10 മുതൽ 12 മടങ്ങ് വരെ നീളം കൂടിയ ചെറുകുടലായിരിക്കും അവർക്കുണ്ടായിരിക്കുന്നത്. അതേസമയം മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം നോക്കിക്കഴിഞ്ഞാൽ കുറെ 6 മുതൽ 9 മടങ്ങ് വരെയാണ്. എന്ന് പറഞ്ഞാൽ മാംസം കഴിക്കുന്ന ജീവികളുടെ കുടലിന്റെ നീളത്തിന്റെ അത്രയും ചെറുതുമല്ല, സസ്യാഹാരം കഴിക്കുന്ന ജീവികളുടെ കുടലിന്റെ അത്രയും നീളം കൂടുതലുമല്ല. ഇതിന്റെ ഇടയിൽ ഒരു ആവറേജ് ലെവലിലാണ് മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു കൂടുതലധികം സൂചിപ്പിക്കുന്നത് മനുഷ്യന് ഇത് സസ്യാഹാരവും മാംസാഹാരവും ഒരുപോലെ ഇണങ്ങും എന്ന് തന്നെയാണ്.